എപ്സ്റ്റീൻ ഫയൽസ് ലോകമെങ്ങും കാറും കോളുമായി തകർത്തു പെയ്യുകയാണ്. ഇന്ത്യയിലും അതിൻ്റെ പ്രകമ്പനങ്ങൾ, അതിൻ്റെ പ്രതിഫലനങ്ങൾ കണ്ടുവരികയാണ്. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ നിറയുന്നു. എപ്സ്റ്റീൻ്റെ ഉപദേശം തേടിയാണ് നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശനം നടത്തിയതെന്നും അവിടെ ചെന്ന് ആട്ടവും പാട്ടുമൊക്കെ നടത്തി ഇസ്രായേലിനെ സന്തോഷിപ്പിച്ച്, ഇസ്രായേലിലൂടെ അമേരിക്കയെ സന്തോഷിപ്പിച്ച്, ഡൊണാൾഡ് ട്രംപിനെ സന്തോഷിപ്പിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ നേടിയെന്നൊക്കെയാണ് ഇറ്റ് വർക്ക്ഡ് എന്നാണ് ആ എപ്സ്റ്റീൻ തൻ്റെ ഇമെയിലിൽ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ നരേന്ദ്രമോദിക്ക് ഇസ്രായേലുമായോ അതുവഴി അമേരിക്കയുമായോ നല്ല ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള പാലമായി വർത്തിച്ചത് എപ്സ്റ്റീൻ എന്ന് പറയുന്ന കൊടും കുറ്റവാളിയാണ് എന്ന തരത്തിലാണ് എപ്സ്റ്റീൻ ഫയൽസിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. എന്നാൽ അതിനെക്കുറിച്ച് ഇതുവരെ പ്രതികരിക്കാൻ ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല. എന്നാൽ അതിനെ സംബന്ധിച്ച് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ പ്രതികരണം വന്നു. ഒരു ക്രിമിനലിൻ്റെ ജൽപ്പനങ്ങൾ അത് ഞങ്ങൾ അവജ്ഞയോടുകൂടി തള്ളിക്കളയുന്നു എന്നായിരുന്നു വിദേശകാര്യ വകുപ്പിൻ്റെ പത്രക്കുറിപ്പിൽ സൂചിപ്പിച്ചത്. എന്നാൽ അങ്ങനെ തള്ളിക്കളയാവുന്ന നിസ്സാരമായ കാര്യങ്ങളാണോ? നമുക്കറിയാം 30 ലക്ഷത്തോളം വരുന്ന ഫയലുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ തന്നെ വീഡിയോകൾ, ഇമേജുകൾ, ഇമെയിലുകൾ, അതല്ലാത്ത ടെക്സ്റ്റുകൾ ഉൾപ്പെടെ 30 ലക്ഷം ഫയലുകൾ. അതെപ്പോൾ നോക്കി തീർക്കാനാവുമെന്നറിയില്ല. എന്നാൽ പുറത്തു വന്ന ഫയലുകളിൽ തന്നെ ചോദ്യങ്ങളോട് ഇത്ര നിഷേധാത്മക സമീപനമാണ് ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിക്കുന്നതെങ്കിൽ, അങ്ങനെയൊരു ആരോപണം ലോകം മുഴുവൻ ഉയർന്ന സ്ഥിതിക്ക് ഒരു അന്വേഷണത്തിന് തയ്യാറാകാത്ത നിലപാടാണ് രാജ്യത്തെ ഭരണകൂടം സ്വീകരിക്കുന്നതെങ്കിൽ, എങ്ങനെയാണ് ആ ഫയലുമായി ബന്ധപ്പെട്ട സത്യങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തുക? അത് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ രാജ്യത്തെ ഭരണകൂടത്തിനില്ലേ? 30 ലക്ഷം മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. ഇനിയും പുറത്തു വരാനിരിക്കുന്നുണ്ട്. ആ പുറത്തു വരാനിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ മാറ്റിവെക്കപ്പെട്ട ഫയലുകളിൽ പലതും ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായും ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ചെയ്തികളുമായും ബന്ധപ്പെട്ടതാണ് എന്ന തരത്തിൽ സൂചന നൽകിക്കൊണ്ട് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചില കാര്യങ്ങൾ പുറത്തു പറയുകയുണ്ടായി. അതുകൂടി പുറത്തു വന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ യഥാർത്ഥ മുഖം ജനങ്ങൾക്ക് വ്യക്തമാകും എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഇതൊക്കെ അന്തർദേശീയ തലത്തിൽ സംഭവിക്കുന്നതാണ്. പല രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും നമ്മുടെ കയ്യിലില്ല. പക്ഷേ ചില ഊഹങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാൻ കഴിയും. തികച്ചും അസ്വാഭാവികമായ നിലയിൽ ഇന്ത്യ എത്രയോ പതിറ്റാണ്ടുകൾ സ്വീകരിച്ച സമീപനത്തിൽ നിന്ന്, നിലപാടിൽ നിന്ന്, പ്രത്യേകിച്ച് പലസ്തീൻ വിഷയത്തിൽ നിന്ന് ഇന്ത്യ മാറി ഇസ്രായേലിൻ്റെ ഒരു സഖ്യകക്ഷിയായി പെരുമാറിയ സ്വഭാവം നമ്മൾ കണ്ടതാണ്. എപ്സ്റ്റീൻ്റെ മുൻകൈയിൽ ഇസ്രായേലുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ ഇടപാടുകളുടെ പശ്ചാത്തലത്തിലാണോ പലസ്തീനുമായിട്ടുള്ള ഇന്ത്യയുടെ നിലപാടിൽ ഇത്രത്തോതിൽ മലക്കം മറിഞ്ഞ നിലപാടുണ്ടായത് എന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല. മറ്റൊന്ന് നമ്മൾ കണ്ടതാണ്. എന്തിനു വേണ്ടിയാണ് നമ്മൾ യുദ്ധം അവസാനിപ്പിച്ചത് പാകിസ്ഥാനുമായി എന്നിപ്പോഴും ഒരു ഇന്ത്യക്കാരനോട് ചോദിച്ചാൽ ഉത്തരം പറയാൻ കഴിയില്ല. 2 ദിവസം കൊണ്ട് സ്വിച്ചിട്ടതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് ഇതുപോലെ പ്രഖ്യാപിക്കുകയാണ്. ഒരു മാധ്യമത്തിലൂടെ അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഇതാ അവസാനിച്ചിരിക്കുന്നു എന്ന്. എന്തിനു വേണ്ടിയാണ് തുടങ്ങിയത്? എന്തിനു വേണ്ടിയാണ് മുന്നോട്ട് പോയത്? എന്തുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ നിർത്തിയത് എന്ന് ഇപ്പോഴും വ്യക്തമായൊരു മറുപടി നമ്മുടെ ഭരണാധികാരികൾക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അതും പ്രഖ്യാപിക്കുന്നത് അമേരിക്കയുടെ പ്രസിഡന്റ്. മറ്റൊന്ന് നമ്മൾ കണ്ടു, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ. അതിൻ്റെ തീരുവ കുറച്ചതൊക്കെ ഏകപക്ഷീയമായി അമേരിക്കൻ പ്രസിഡന്റ് അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. 50% നിന്ന് 18% കോടിക്കണക്കിന് ഡോളറിൻ്റെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ 0% തീരുവയിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏകപക്ഷീയമായി 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി കരാറിനെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിക്കുകയാണ്. അദ്ദേഹം ചിലപ്പോൾ പറയുന്നുണ്ട്, എന്നെ സുഖിപ്പിക്കുന്ന, എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ മോദിക്കറിയാം എന്നൊക്കെ ഉള്ള മട്ടിൽ ഒരു ഭരണാധികാരിയെക്കുറിച്ച് മറ്റൊരു രാജ്യത്തിൻ്റെ ഭരണാധികാരി സംസാരിക്കുന്ന സാഹചര്യം വരെയുണ്ടായി. ഇതിൻ്റെ എല്ലാം കാരണം നേരത്തെ രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചതുപോലെ ഈ പുറത്തു വന്ന 30 ലക്ഷത്തിൽ പറഞ്ഞ വാക്കുകളല്ലാതെ, അല്ലെങ്കിൽ ഉണ്ടായ വെളിപ്പെടുത്തലുകളല്ലാതെ, ഇനിയും പുറത്തു വരാനിരിക്കുന്ന ഫയലുകൾ, അമേരിക്കയുടെ കയ്യിലുള്ള ഫയലുകളിൽ അതിനേക്കാൾ ഗുരുതരമായ എന്തെങ്കിലും കാര്യങ്ങൾ ആ ഫയലിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്ന സംശയത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്.